യുഎഇയിൽ എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വൈറസ് ബാധിച്ചവരുമായുള്ള നേരിട്ട സമ്പർക്കത്തിലൂടെയും ശ്വസന കണികകളിലൂടെയും പകരുന്ന ഈ രോഗം അതീവ ഗൗരവമായി കാണേണ്ട ഒന്നാണ്. സാധാരണഗതിയിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ രോഗമുക്തി നേടാമെങ്കിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലും കുട്ടികൾക്കും ഇത് സങ്കീർണമായേക്കാം. വിദേശയാത്ര കഴിഞ്ഞെത്തുന്നവരും ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരും കൃത്യമായ ഐസൊലേഷൻ നിയമങ്ങൾ പാലിക്കുന്നത് സമൂഹ വ്യാപനം തടയാൻ അത്യാവശ്യമാണ്. ഭയത്തിന് പകരം ശാസ്ത്രീയമായ അറിവും മുൻകരുതലുമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. വാനരവസൂരി അഥവാ എംപോക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരം കേസുകൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയവർക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവർക്കും ഇത് പകരാം. യാത്രയിലും ഒത്തുചേരലിലും മതിയായ ആരോഗ്യ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുന്നത് രോഗവ്യാപനം തടയാൻ സഹായിക്കും. രോഗബാധിതരുമായി അടുത്ത് ഇടപഴകിയവർ 21 ദിവസം വീടുകളിൽ ക്വാറന്റീനിൽ കഴിയണമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. രോഗബാധിതർ സുഖപ്പെടുന്നതുവരെ ആശുപത്രിയിലാക്കും. ഈ രോഗം പകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രോഗബാധിതരുമായോ വന്യമൃഗങ്ങളുമായോ അടുത്ത് ഇടപഴകുന്നതിലൂടെ പകരുന്ന വൈറസാണ് എംപോക്സ്. സ്രവങ്ങൾ, ശ്വസന കണികകൾ, വൈറസ് ബാധിച്ച വസ്തുക്കൾ എന്നിവയിലൂടെയും പകരാം. രോഗം ബാധിച്ചയാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ പുറത്തെത്തുന്ന ശ്വസന കണികകളിലൂടെയും പകരും. ഇനി ഇതിന്റെ ലക്ഷണങ്ങളിലേക്കാണ്. പനി, ശരീരവേദന, വിറയൽ, കഠിനമായ തലവേദന, ക്ഷീണം, ചർമ്മത്തിൽ കുമിള പോലെ പൊങ്ങുക എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങൾ. 3 ദിവസത്തെ പനിക്ക് ശേഷം ശരീരത്തിലുണ്ടാകുന്ന തടിപ്പുകളിൽ ദ്രാവകം നിറഞ്ഞ കുമിളകളായി പൊന്തി പൊട്ടുകയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. സാധാരണ 2 മുതൽ 4 ആഴ്ചകൾ കൊണ്ട് രോഗം മാറും. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ തുടങ്ങി 6% പേർക്ക് ഗുരുതരമായേക്കാം. ചികിത്സ ഉറപ്പാക്കാൻ മറക്കരുത്. സംശയാസ്പദമായ കേസുകൾ സർക്കാർ ആശുപത്രികളിലെ ഐസൊലേഷൻ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കും. സ്വകാര്യ ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ വിവരങ്ങൾ സർക്കാരിനെ അറിയിക്കുകയും സർക്കാർ ഐസൊലേഷനിലേക്ക് മാറ്റുകയും വേണം. അബുദാബി എമിറേറ്റിൽ അൽ റഹ്ബ ഹോസ്പിറ്റൽ, അൽ ഐൻ ഹോസ്പിറ്റൽ, ലിബ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ ഐസൊലേഷൻ സെന്ററുകളിലേക്കാണ് രോഗികളെ മാറ്റുക. ശരീരത്തിൽ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നത് മുതൽ അവ ഉണങ്ങി പുതിയ തൊലി വരുന്നതുവരെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരാം. രോഗബാധിതനായ വ്യക്തിയുടെ തൊലിപ്പുറത്തുള്ള കുമിളകൾ, വ്രണങ്ങൾ അല്ലെങ്കിൽ ശരീരസ്രവങ്ങൾ എന്നിവയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നത് വഴി രോഗം പകരുന്നു. പങ്കാളിയുമായി അല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരിൽ രോഗബാധ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ചുംബനം, ആലിംഗനം തുടങ്ങി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും വൈറസ് പടരാം. ബാച്ചിലേഴ്സ് കേന്ദ്രങ്ങളിൽ കഴിയുന്നവരിലാണ് രോഗബാധ കൂടുതൽ. ഈ രോഗം മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തും. രോഗബാധിതരായ മൃഗങ്ങളുടെ, അതായത് പ്രധാനമായും കുരങ്ങുകൾ, അണ്ണാൻ, എലികൾ എന്നിവയുടെ കടി ഏൽക്കുന്നതിലൂടെയോ പോറലുകളിലൂടെയോ വൈറസ് മനുഷ്യരിലെത്താം. മൃഗങ്ങളുടെ മാംസം ശരിയായി പാകം ചെയ്യാതെ കഴിക്കുന്നതും അപകടമാണ്. ഇനി പ്രതിരോധത്തിന്റെ കാര്യമാണ്. രോഗലക്ഷണങ്ങളുള്ള വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുക. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. രോഗബാധിതർ ഉപയോഗിച്ച വസ്ത്രങ്ങളോ വസ്തുവകകളോ തൊടാതിരിക്കുക. 2022 എംപോക്സ് ഒരുപാട് രാജ്യങ്ങളിൽ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് 6 ഭൂഖണ്ഡങ്ങളിലായി 104 രാജ്യങ്ങളിൽ വ്യാപിച്ച രോഗം പ്രധാനമായും അമേരിക്കയിലെയും യൂറോപ്പിലെയും പൊതുജനാരോഗ്യത്തിന് പ്രതികൂലമായി ബാധിച്ചിരുന്നു. 64,290 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1959 മങ്കി പോക്സ് വൈറസിനെ കുരങ്ങുകളുടെ ശരീരത്തിൽ നിന്നും വേർതിരിച്ചെടുത്തത്. മറ്റു മൃഗങ്ങളെ ഈ രോഗം ബാധിക്കുമെങ്കിലും കുരങ്ങുകളിൽ നിന്ന് വേർതിരിച്ചെടുത്തതിനാലാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. എന്നാൽ 1970 മുതൽ പ്രധാനമായും പടിഞ്ഞാറൻ മധ്യ ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ മനുഷ്യർക്കിടയിൽ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. താരതമ്യേന അവഗണിക്കപ്പെട്ട ഈ വൈറൽ രോഗം 2022 അത്ഭുതപൂർവമായ വേഗതയിൽ വീണ്ടും ഉയർന്നു വന്നു. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതും ചില പ്രദേശങ്ങളിൽ സമൂഹ വ്യാപനം ഉണ്ടാക്കിയതും പ്രത്യേക ആശങ്ക പരത്തിയിരുന്നു. ചിക്കൻ പോക്സ് പരത്തുന്ന വൈറസിന്റെ അതേ ജനസിൽ പെടുന്ന ഓർത്തോപോക്സ് വൈറസുകളാണ് മങ്കി പോക്സ് വൈറസ്. ഈ വൈറസുകളുടെ പ്രത്യേകത മനുഷ്യരിൽ മാത്രമല്ല, അണ്ണാൻ മുതൽ കുരങ്ങുകൾ വരെയുള്ള ഒട്ടനവധി മൃഗങ്ങളിൽ അണുബാധ ഉണ്ടാക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട് എന്നതാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ അധികൃതർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. രോഗവ്യാപനം പരമാവധി കുറയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈ സോപ്പും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് കഴുകുക. രോഗം വന്നവരുമായി സമ്പർക്കം പുലർത്താതിരിക്കുക. എടുക്കേണ്ട മുൻകരുതലുകളെല്ലാം കൃത്യമായി സ്വീകരിക്കുക.